ചേച്ചിയുടെ കണ്ണ് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങൾ നോട്ട് തള്ളിയതല്ലോ. മറഡോണ മാറിയപ്പോ ഒരാള് കേറി, അതാണ് അശ്വതി. എന്റെ പൊന്നോ, ഇനി ഒരാളെ തേക്കളെല്ലാം ആയി. ഇനി നമുക്ക് തുടങ്ങാൻ പണി. കിട്ടി, സാധനം കിട്ടി. ആക്ച്വലി എനിക്ക് തള്ളാൻ അറിയത്തില്ല. എന്നെ ഇമാതിരി നിർബന്ധിക്കുന്നോണ്ട് സൈൻ ചെയ്തു ബാ തുടങ്ങി ആക്ട്. എന്റെ പ്രിയ ട്രോളന്മാരെ, ഈ ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ സാധനമാണ് ഞാൻ ചുമ്മാ കളിച്ചു നോക്കിയ സ്റ്റേജ്. എന്റെ ദൈവമേ, ഞാൻ ഇറങ്ങി ഓടട്ടെ. ആടട്ടെ ആയിരം അശ്വതിയെ കുറിച്ച് അധികം ആരോടും പറയാത്ത ഒരു സീക്രട്ട് ഞങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യും. വേണ്ട വേണ്ട, ഞാനിപ്പോ പോകും. സത്യമായിട്ട് ഞാൻ പോകും. ഇത് വേറെ. ഹായ് ഹലോ ബിഹൈൻഡ് വുഡ് സൈസ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡൈൻ ഔട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾ, പുള്ളിക്കാരി ഒരു ഷോ പ്രൊഡ്യൂസറാണ്, ഒരു ആങ്കറാണ്, ഒരു ആക്ടറാണ്. സോ എങ്ങനെ പോകുന്നു? ഹൗസ് ലൈഫ്? Going good. How was your entry to Poomal? നമ്മളൊക്കെ എൻട്രി എന്നെ വിളിച്ചു, താല്പര്യമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ വാസ് ലൈക്ക് എന്നോട് പറയുമ്പോൾ ഇതെന്തോ ഭയങ്കര നിർബന്ധിച്ച് എന്നെ ഇങ്ങനെ ഒരു ഹാപ്പിനെസ് ഒന്നല്ല, ഇങ്ങനെ എന്നെ വിളിച്ചു, പിന്നെ ഞാനങ്ങ് പോയി. ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും അല്ലാതെ എന്നെ വിളിച്ചു ഞാൻ പോയി. അല്ല, ഞാൻ പൊതുവെ ഇങ്ങനെയാണ്. ആങ്കറാന്നൊക്കെ പറഞ്ഞിട്ട് ആങ്കേഴ്സ് നമ്മളൊന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരും എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ല. ചില മൂഡ് അനുസരിച്ച് ആൾക്കാർ മാറും. ഇന്നെന്താ പെട്ടെന്ന് കാരണം? എന്റെ മൂഡ് ഇങ്ങനെയാണ് ഇന്ന്. ഒരു സൈക്കോ ക്യാരക്ടർ കൂടിയാണ്. അങ്ങനെയാണ് ആൾക്കാർ പറയുന്നല്ലേ, കണ്ടിട്ട് അവർക്ക് സൈക്കോ പഠിച്ചതൊക്കെ അമൃതല, ഇവിടെ കൊച്ചി തന്നെ അമൃതല. ഇത് എന്ത് ഡിസ്റ്റർബൻസ് ആണ് മാഷേ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ അവരിങ്ങനെ പ്രലോഭിപ്പിക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാഡ് ആക്ച്വലി. ഇങ്ങനൊരു സ്ഥലത്താണ് എന്നെ കൊണ്ടിരുത്തുന്നത്. അല്ല, സ്ഥലം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഫുഡ് എന്നാണ് ഫുഡിന്റെ അല്ല, നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ വരുമ്പോ നിങ്ങൾ പ്ലേസ് ഒക്കെ നോക്കാം. അതെ, നമ്മുടെ ഷോ പ്രൊഡ്യൂസറിനാണ് അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി. ഞാനിപ്പോ ഹരിനെ എന്തോ പറ്റി മുഖത്ത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ്, ഒരു ഭയങ്കര ടെൻഷൻ. അതോ ഞാനിങ്ങനെ ഇരിക്കുന്നോണ്ട് മൂഡ് ഔട്ട് ആയതാണ്? അതല്ല, ഞാൻ ആങ്കറിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ടെൻഷൻ ആയിരിക്കും. നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ട് എനിക്ക് ഭയങ്കര അടിപൊളി വെൽക്കം ഒക്കെ തന്നിട്ടായിരിക്കും. ഇത് പ്ലേസും ഇങ്ങനെ പോയി നന്നായില്ല. ഞാൻ ഒന്നും കൂടെ ആണെങ്കിൽ വെൽക്കം ചെയ്യാം. ലെറ്റ് മീ വെൽക്കം. ഞാൻ ചുമ്മാ ഞാനിങ്ങനൊന്നും അല്ല. ഇത് എനിക്ക് കൂടെ വന്നപ്പോ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ അങ്ങോട്ടോ അതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. കുറച്ച് ടെൻഷൻ അടിച്ചു ചെറുതായിട്ട്. പക്ഷെ അവിടെ ചോദിച്ചു നോക്കെ, എന്റെ അടുത്ത് പറഞ്ഞു ഒരു പണി അങ്ങോട്ട് കൊടുത്തോളാം. അങ്ങനെയാണോ? അപ്പൊ പണി തന്നതാണ്. ഒരാളെ വിളിച്ച്, ആങ്കറെ വിളിച്ച് ഞാൻ ഫുഡൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്ത് മനുഷ്യനാണ്. നെഗറ്റീവോട് സാധനം ക്ലിക്ക് ആയില്ലേ? ഞാൻ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നല്ല, നല്ല രീതിയിൽ വരത്തില്ലേ? രീതിയിൽ വേർന്നു. ഫുഡ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഒരാളോട്. ഞാൻ അതല്ല കേട്ടോ, എന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പേടിപ്പിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷെ അതായിട്ടു സക്സസ്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി ചോദിച്ചോളൂ, ഞാൻ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നതാണ്. കുറച്ച് വെള്ളം കൊടുക്കണം. അല്ല, അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. എന്താണ് അശ്വതി നായരെ കുറിച്ച് സ്റ്റഡി ഇങ്ങനെ നടത്തുമ്പോൾ ഒരു കാര്യം വന്ന മഡോണയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യം, ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം എന്നൊക്കെ പറയാം. ഇല്ല, ഇപ്പൊ അതിനകത്ത് മഡോണ മാറിയപ്പോ ഒരാള് കേറി, അതാണ് അശ്വതി. പക്ഷെ ഭയങ്കര കഴിവാട്ടോ അവർക്ക് ട്രോള്. എനിക്ക് ആ എഡിറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം വലിയ വലിയ മൂവീസിന്റെ ക്ലിപ്പൊക്കെ എടുത്തിട്ടാണ് എന്നിട്ട് എടുത്ത് തേച്ചേക്കണം. സോ ഒക്കെ രസമാണ്. അത് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ VJ ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ ചെന്നൈയിലേക്ക് സെൻഡ് ചെയ്യാം. അവിടെ നിന്ന് അപ്രൂവൽ വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്.
ആസ് എൻ ആങ്കർ. അതിനുവേണ്ടി ചെയ്തത്. അപ്പൊ എന്റെ ഫ്രണ്ട് അമീൻ ഉണ്ട്, അമീനാണ് അത് ചെയ്തത്. സോ അമീൻ ചുമ്മാ അവന്റെ പേജിൽ ആദ്യം തന്നെ അശ്വതി എന്നായിരുന്നു. അപ്പൊ ആരും സെർച്ച് ചെയ്തിട്ടില്ല, അശ്വതി #പൂജ ജയറാം എന്നും കൂടി ഇട്ടപ്പോ എല്ലാവരും സെർച്ച് ലിസ്റ്റിൽ ഇത് ഫസ്റ്റ് വന്നു. അപ്പൊ എന്താ കിട്ടി, സാധനം കിട്ടി. ഇനി ഒരാളെ പേക്കള എല്ലാം ആയി, ഇനി നമുക്ക് തുടങ്ങാൻ പണി. കൊറേ ഉണ്ട്, ഒരു 10-20 വീഡിയോ ട്രോള്. രസാട്ടോ. അല്ല, നമ്മളെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്നേഹം കിട്ടിയെന്ന് പിന്നില്ലേ, അത് ആക്ച്വലി നല്ലൊരു കാര്യം. എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. അല്ല, ഇപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്നു വെച്ചാൽ, ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ അശ്വതിന്റെ അടുത്ത് ഉപ്പുമുളകുമായിട്ടായിരിക്കും എന്തായാലും ഒരു കമ്പാരിസൺ. ഭയങ്കര ഒരു, ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ട് എടുത്തു, ഞാനേ മറ്റേ അശ്വതി പിന്നെ ഉടനെ എടുത്തത് നമ്മളെ ജൂഹി. ഞാൻ പറഞ്ഞു ഒരു ബന്ധമില്ല, അത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിക്കോ. അതിങ്ങനെയാണ് പറയുന്നത്. അത് ജൂഹിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. അല്ല, അത് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ജൂഹിനെ റീപ്ലേസ് ചെയ്താണ്, ജൂഹിനെ മാറ്റി അശ്വതി കയറി. ഒന്നുമല്ല, ഞാൻ വേറെ ക്യാരക്ടർ, ജൂഹി ലച്ചു ആയിട്ട് വന്നു, അവരുടെ സിസ്റ്റർ ആയിട്ട് വന്നു, ഞാൻ മുടിയന്റെ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ കയറി വന്നു. ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അല്ലാണ്ട് ഞാൻ ജൂഹി അല്ല. പിന്നെ ജൂഹിയുടെ ഫേസ് കട്ട് ഉണ്ട്, ജൂഹിയുടെ സിസ്റ്റർ ആണോ, രണ്ടുപേരും നോർത്ത് ഈസ്റ്റിനെ പോലെ ഇരിക്കുന്നു. രവിപുരത്തുള്ള ഫ്രോസൺ ബോട്ടിലാണ്. ഫ്രോസൺ ബോട്ടിൽ ഞാൻ ആക്ച്വലി ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ ബോട്ടിൽ എനിക്ക് ഇഷ്ടം. എന്താണ് ഇവിടുത്തെ ഫേവറേറ്റ്? ഇവിടെ എനിക്ക് തോന്നുന്നത് സ്പെഷ്യലി അല്ല, എനിക്ക് ചോക്ലേറ്റ് ആണ് മെയിൻ. ചോക്ലേറ്റ് ആണ് മെയിൻ. ഞാൻ ഐസ്ക്രീം ആണെങ്കിലും ചോക്ലേറ്റ് ആണ് മെയിൻ. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടം. എല്ലാരും കഷ്ടപ്പെട്ട് കഴിക്കുന്ന സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് ഐ ഡോണ്ട് ലൈക്ക്. ഒരു ഭയങ്കര ടാറ്റു അഡിക്റ്റ് ആണ് എന്നൊക്കെ ഇവിടെ കാലിലൊക്കെ ഉണ്ട്. ഞാനൊരു ഇത് ഷോയിൽ കണ്ടായിരുന്നു, അതായത് സ്വന്തം ടാറ്റു അടിച്ച് അതൊക്കെ. എനിക്ക് ടാറ്റു ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഒരുപാട് ട്രാവൽ ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ. ഇപ്പൊ ഞാനൊരു തഗ് ലൈഫ് അടിച്ചോട്ടെ പ്ലീസ്. പഞ്ചായത്തിൽ നിന്ന് പുറത്തു പോവാതെ ഐ ആം എ ട്രാവൽ അഡിക്റ്റ്. എന്റെ അച്ഛൻ കൊറേ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അശ്വതിയെ കുറിച്ച് അധികം ആരോടും പറയാത്ത ഒരു സീക്രട്ട് ഞങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യും. എനിക്ക് ഭയങ്കര വാശി കൂടുതല, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ എല്ലാരും വിചാരിക്കുവേ പാവം കൂടി, പാവമാണ്, പക്ഷെ പെട്ടെന്ന് ദേഷ്യം എല്ലാരും പറയും. എന്താണ് ഹാപ്പിനെസ് എന്ന് വെച്ചാൽ, എനിക്ക് എന്താ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതെനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. മിക്കവർക്കും കിട്ടാത്തവരുണ്ട്, പലർക്കും ഇത് കിട്ടാണ്ട് പോകുന്നവരുണ്ട്, ഭയങ്കര വിഷമിച്ച്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് ആക്ച്വലി. എന്റെ വീട്ടിൽ ഞാനിപ്പോ ഒരു സിനാരിയോ നമുക്കത് ഇമാജിൻ ചെയ്യാം. അപ്പം അശ്വതിയുടെ നെക്സ്റ്റ് മൂവിയിൽ, അതായത് ആക്ച്വലി നെക്സ്റ്റ് മൂവി ഷാറുഖ് ഖാൻ നായകൻ. പ്രസ് കോൺഫറൻസിൽ അശ്വതി നന്നായിട്ട് തള്ളി മറക്കണം. ഓക്കെ, അങ്ങനത്തെ അശ്വതി ആക്ച്വലി എനിക്ക് തള്ളാൻ അറിയത്തില്ല, മാതിരി നിർബന്ധിക്കുന്നതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ചോദിക്കൂ. അശ്വതി, we heard that your next movie you're starring opposite Shahrukh Khan. So what's your take on the movie? And actually ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നമുക്ക് കുറെ ഓഫറുകൾ വരുമല്ലോ. അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ലൈക്ക് സെലക്ടിങ് ആയിരുന്നു. അപ്പൊ മലയാളത്തിൽ ഒരു 2-3 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോ ഹിന്ദി ലൈക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരമാണ്. എനിക്ക് തള്ളാൻ അറിയത്തില്ല. ശരി, യെസ്, സൈൻ ചെയ്തു. ബാ തുടങ്ങ്. നാളെ വേണമെങ്കിൽ നാളെ വാ. ആരോട് എന്റെ പ്രിയ ട്രോളർമാരെ ഈ ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ചെറുപ്പം മുതൽ അമ്മ ഡാൻസ് ടീച്ചറാണ്. അതും ട്രോൾ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ അവരെന്നെ ട്രോളി. 2.5 വയസ്സിൽ ആര് ഡാൻസ് പഠിക്കും? 2.5 വയസ്സിൽ പിച്ച വെക്കാൻ പറ്റുന്ന സമയമല്ല. മടോള നീന്താൻ പോയ സീൻ എന്നെ ഇട്ട് ട്രോളി. ഇറ്റ്സ് ബാഡ് ആക്ച്വലി. ഒരാളുടെ കഴിവിനെയാണ് കൈ ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഞാനൊരു 1 വീക്കിനുള്ളിൽ ഞാൻ ചെയ്ത ഫോട്ടോ ഞാൻ കുട്ടിയുടെ അമ്മയുടെ ആൽബങ്ങളിൽ തപ്പി ഫോട്ടോസ് വീട്ടിൽ ചെന്ന് അമ്മയുടെ ആൽബം തപ്പി എടുത്തപ്പോഴത്തേക്കും LKG പോട്ടെ 2.5 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് കളിച്ച മറ്റേ പാട്ടില്ലേ ഡിങ്കിഡോങ് ഡിങ്കിഡോങ് ഡിങ്കിഡോങ്, ആ സാധനമാണ് ഞാൻ ചുമ്മാ കളിച്ചു നോക്കിയ സ്റ്റേജിൽ. അതിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തു, സ്റ്റോറി ഇട്ടു. നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ ശരി, ഞാൻ സ്റ്റോറി ഇട്ടു ഇൻസ്റ്റയില്.
ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പുറത്തു പോകുമ്പോ ഈ ഫാൻസിന്റെ ഒക്കെ അപ്രോച്ച് എന്താണ്? അയ്യോ അത് ഭയങ്കര രസമാട്ടോ. ശരിക്കും നമുക്കൊരു സന്തോഷം, ആൾക്കാർ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഒരാഴ്ച ഇതേപോലെ ഞാനും എന്റെ ഫ്രണ്ടും കൂടി, എന്റെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് പ്രണവ് എന്ന പേര്, ഞാനും അവനും കൂടി, എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, നമ്മുടെ ചാത്യാത്ത് റോഡ്, ക്വീൻസ് വാക്ക് വേ, ഞങ്ങൾ അവിടെ പോയിരിക്കുകയാണ്. സംസാരിച്ചു, ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. 2-3 പേര് വന്നിട്ട് പൂജ ചേച്ചിയല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവരോട് ചോദിച്ചു ഈ മാസ്ക് ഇട്ടിട്ട് എനിക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പൊ പറഞ്ഞു ചേച്ചിയുടെ കണ്ണ് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങള് നോട്ട് തള്ളിയതല്ലോ, എനിക്ക് പേടിയാ. അപ്പൊ അവര് ലൈക്ക് കണ്ണ് സ്പെഷ്യൽ ആയി അങ്ങനെ മനസ്സിലാവും, നല്ല രസമാണ്, ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പൊ എനിക്ക് സന്തോഷം. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഹരിയൊക്കെ പറയാം നിന്നെ കൊണ്ട് അവിടെ പോവാൻ പറ്റണല്ലോ. ശല്യമല്ല, സന്തോഷമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മിനിമം ഒരു പുറത്തു പോയ കുറച്ച് സെൽഫീസ് ഒക്കെ എടുക്കേണ്ടി വരും. സെൽഫീസ് ഒക്കെ എടുക്കേണ്ടി വരും. അച്ഛൻ വന്ന് വിളിക്കുന്നു എന്ന് പേരുള്ള ഫ്രൂട്ട് ഏതാണ്? അച്ഛൻ വന്ന് വിളിക്കുന്നു എന്ന് പേരുള്ള ഫ്രൂട്ടോ? അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ട്, വന്നു. അച്ഛൻ വന്നു. യെസ്. പാസ് കൊടുക്കട്ടെ? പാസ് കൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഇംഗ്ലീഷ് ആണോ ഹിന്ദിയാണോ? ഫ്രൂട്ട് എങ്ങനെയാണ്? മലയാളത്തിലാണോ? എല്ലാ ഭാഷയിലും ഇതിനാ ഒരൊറ്റ പറയൂ. അറിയത്തില്ല. പപ്പായ. ഓ എന്റെ ദൈവമേ, ഞാൻ ഇറങ്ങി ഓടട്ടാ. പപ്പ ആയ. എല്ലാ ഭാഷയിലും അത് തന്നെ വിളിക്കണല്ലോ. മലയാളത്തിലും പപ്പായ എന്ന് പറയും, ഹിന്ദിയിലും പപ്പായ എന്ന് പറയും, ഇംഗ്ലീഷിലും പപ്പായ എന്ന് പറയും. പക്ഷെ അത് പപ്പ ആയ മീൻസ് അത് ഹിന്ദിയിലാണ് നമ്മൾ പപ്പായ. പപ്പായ അതിപ്പോ ഏത് ഭാഷയിലും ആവാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓ മൈ ഗോഡ്. ഇല്ല, ഇതൊന്നും ആയിട്ടില്ല. ഇനിയുണ്ട്. ഞാൻ മിക്കറും മൊത്തം ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന സാധനം. ആക്ഷൻ കാണിച്ചു തരാം. അല്ല, എന്ത് സാധനമാണ് ഇങ്ങനെ ഇങ്ങനെ കപ്പി, അവിലക്ക്, അമിലക്ക്, ബക്കട്ട, അതുമല്ല. പറയില്ല. മീനാ? വല. വല കറക്റ്റ് ആൻസർ. മീൻ. ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലേ? താങ്ക് യു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തലകുത്തി നിന്നാൽ വലുതാകുന്നതാര്? തലകുത്തി നിന്നാൽ വലുതാവുന്ന ആരോ? നമ്പർ 10. 10 തലകുത്തി നിന്ന് എങ്ങനെയാ? 9. റൈറ്റ് ആൻസർ. അതവിടുന്ന് കണ്ടോണ്ടല്ലേ, ഞാൻ കണ്ടില്ല. ഞാൻ ഈ ഇതും കൂടി കണ്ട് ഇങ്ങനെ. ആൻസർ 6 ആണ് ആക്ച്വലി. ഞാൻ ഇല്ലട്ടോ, ഞാൻ പോവാ, എനിക്ക് നാണക്കേടാ. ഇനി ഇതും കൂടെ ഉള്ളൂ. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. സ്പോഞ്ച്. അയ്യോ നനയാത്തത്. പ്ലാസ്റ്റിക്. നനയാത്തത് അത് നമ്മുടെ കൂടെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യും. ചെരുപ്പോ ഇതുണ്ട്, ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൈവച്ചാൽ ഷാഡോ. എനിക്കെന്തോ ഇന്നെന്തോ മൂഡ് ശരിയല്ല. അതുകൊണ്ടാണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഇവിടെ വന്നിരിക്കൂ. പിന്നെ ജികെ ചോദിക്കും. വേണ്ട. ഞാനിപ്പോ പോകും, സത്യമായിട്ട് ഞാൻ പോകും. ഒരാൾ ദോശ ചുട്ടു. ഏതെങ്കിലും പറയാൻ പറ്റുന്ന ഒരാൾ ദോശ ചുട്ടു. ഓക്കെ, ദോശ ചുട്ടു. പെട്ടെന്ന് ആ ദോശ പറന്നു. ബൈ. പേപ്പർ ദോശ. വെരി ക്ലോസ്. കുറച്ചും കൂടി അടുത്ത് വരൂ. പേപ്പർ ദോശ അല്ല. പേപ്പർ അല്ല, അതുപോലെ. ഞാൻ കുടിക്കട്ടെ കേട്ടോ, കൊറേ നേരം കുടിക്കാൻ തുടങ്ങിയിട്ട്. Come on, tell me. എനിക്ക് വന്നോടൊരു പണിയാണ്, ഇങ്ങനെയല്ലേ എനിക്കൊരു പണി കൊടുക്കാൻ പറ്റുള്ളൂ. പ്ലെയിൻ ദോശ. സോറി, എന്റെ മറ്റേ സന്തോഷം കൂടിപ്പോയതാണത്. ധാരാളം. വെരി സിമ്പിൾ മാൻ. കം ഓൺ മാൻ. പറയ് മാൻ. കം ഓൺ. എനിക്ക് അറിയായിരുന്നു അത്. പറയൂ. ധാരാളം ആൾക്കാർ കൂടി നിൽക്കുന്ന എന്റെ തല ക്യൂ. യെസ്. അങ്ങനെ 2 എണ്ണം കേട്ടാ. 3. അത് മീനായിരുന്നു. വല ചിന്തിക്കണേ കുറച്ച് ബുദ്ധി വേണം. ബുദ്ധിപരമായി ചിന്തിച്ച് ഉത്തരം പറയേണ്ട കുറച്ച് കഴിഞ്ഞട്ടാ. ഇത് വേറെ GK ചോദിച്ചു. ഞാൻ സത്യം ഞാൻ വായ തുറന്നൊന്നും. നെക്സ്റ്റ് സെഗ്മെന്റ്. പറ. ഇത് GK ഇല്ല. GK നമ്മൾ ചോദിക്കോ? ഇല്ല, ചോദിക്കില്ല. ദിസ് ഈസ് കോൾഡ് ദ മല്ലു ലിറിക്സ് റൗണ്ട്. ഓക്കെ, സോ ഞാനൊരു സോങ്ങിന്റെ അതിന്റെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലിറിക്സ് പറയും. അപ്പൊ അത് ഏതാണെന്ന് പാടുമല്ലോ. ഞാൻ പാട്ടൊക്കെ പാടും. കുട്ടി പാടും, നിങ്ങൾ പാടുപെടും. പറയൂ. With 1,000 eyes, I was waiting for you. You flew away from me, my dear little bird, my sweet bird. പാടട്ടെ. പാടിയോ? 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു
പൈങ്കിളി മലർത്തേങ്കിളി. എങ്ങനെയുണ്ട്? ചോദിക്കൂ, അടുത്ത ചോദിക്കൂ. Age gave desire in us, desire in our eyes gave love, love in our heart gave ragam, ragam in our lips gave song. പ്രായം തമ്മിൽ അതന്നെ എനിക്ക് അതിന്റെ ലിറിക്സ് അറിയത്തില്ല. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം നൽകി പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ മനം നൽകി, രാഗം നീളം നൽകി, ഈളം നെഞ്ചിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തും. വനിതാദ്യമായി വരികളുമായി മൊഴികളിൽ ഒരായിരം വരികൾ പോലെ വേണ്ട പൊട്ട ലിറിക്സ് ഓടി ഞാൻ അതും ട്രോളും. One more night passes away, one song and the sunlight came slowly. രാത്രി കൂടി അതല്ലേ? അയ്യോ ഞാൻ ശോകം അടിച്ചു, ഞാനിത് കുടിക്കാൻ വന്നതായിരുന്നു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ മിഴി നാന മൊഴി നേടവേ പകലും മരുങ്ങി വഴികൾ വരും തേങ്ങലാണു നീ. നമ്മുടെ ഷോ പ്രൊഡ്യൂസർ വേണ്ടിയുള്ളതാണ്. ഈ ഷോ പ്രൊഡ്യൂസറിന് എപ്പോഴും ഇത് പറഞ്ഞാണ്, ഡോണ്ട് ഹിറ്റ് മീ അങ്കിൾ, ഐ വിൽ നോട്ട് ബിക്കം ഗുഡ് till the time I am under the ground. എന്നെ തല്ലേണ്ട മാവാൻ ഞാൻ നന്നാവൂല. നിങ്ങളുടെ ആയിരുന്നത്? അതെ, അവർക്ക് വേണ്ടി മാത്രമുള്ളത്. ചാഞ്ചക്കം ചാഞ്ചക്കം. ലാസ്റ്റ് വൺ കഴിഞ്ഞട്ടാ. ലാസ്റ്റ് വൺ. ഇത് ലാസ്റ്റിന് ഒരു കണക്കില്ല കേട്ടോ. ലാസ്റ്റിന്റെ അർത്ഥം അറിയാത്തൊരു മനുഷ്യനാണ്. Okay, this rain clouds said goodbye my favorite. മേഘം. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് എനിക്ക് ഇതിന്റെ ലിറിക്സ് വലിയ പിടിയില്ല. ചിലപ്പോ എനിക്ക് ലിറിക്സ് അറിയാം, സാധനം കിട്ടണ്ടേ. ആ പറഞ്ഞോടി പറ. This rain clouds said goodbye. കാർമേഘം. കാർമേഘാണ്. മഴമേഘല്ലേ? ആണോ? അപ്പൊ അതായിരിക്കല്ലേ പാട്ട്. മഴമേഘം. ഒരു മഴമേഘം വിടമാണ്. അയ്യോ എനിക്കറിയത്തില്ല കേട്ടോ. ഈ പാട്ട് എനിക്ക് വലിയ പിടിയില്ല. അപ്പൊ ഈ റൗണ്ട് So Ashwati is also ഒരു ഭയങ്കര pet enthusiast, pet lover ആണ്. അപ്പൊ how many pets do you have? ഇപ്പൊ എത്ര pets ഉണ്ട്? ഇപ്പൊ എനിക്ക് ടോട്ടൽ 2 ഡോഗ്സ് ഉണ്ട്. ഒന്നൊരു പൊമറേനിയൻ ആണ്, അതെന്റെ വീട്ടിലുണ്ട്. പിന്നെ ഒരു റോട്ട് ഉണ്ട്. ഫ്രോസൺ ബോട്ടിലെ രണ്ട് സ്പെഷ്യൽ something special അല്ലേ? Something അല്ല, sweet, something really sweet. അപ്പം sweet. This is banana caramel delight. Then next we have caramel nutty chocolate jumbo. കഴിക്കും അടിപൊളി. ഇപ്പൊ എവറി സെലിബ്രിറ്റി അല്ലെങ്കിൽ എല്ലാവരും അറ്റ് എ പോയിന്റ് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഹറാസ്മെന്റ്. ലൈക്ക് അതിപ്പം ഓൺലൈൻ ആയിക്കോട്ടെ, ദാറ്റ് ക്യാൻ ബി ബോഡി ഷേമിങ് ആവാം, ക്യാൻ ബി സെക്ഷൽ ഹറാസ്മെന്റ്. കാരണം ഇപ്പം അറിയാലോ, ഇപ്പം നെറ്റിസൻസിന് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട, എന്തും ആർക്കും എവിടെയും പറയാം. എനിക്ക് ആക്ച്വലി എന്റെ പിക്സിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, ലൈക്ക് സെക്സി, ഹോട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് എനിക്ക് ഫിൽട്ടർ ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പൊ കറക്റ്റ് ഹരി അത് അവരുടെ ഹോബിയാണ്. അതിപ്പോ എന്നെ അല്ലെങ്കിൽ വേറൊരാളുടെ പേജിൽ അവർ ചെയ്യും. പക്ഷെ മിക്കതും ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഫേക്ക് പ്രൊഫൈലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് അവർക്ക് പിക്ചേഴ്സ് ഇല്ല, പേര് വേറെ, ആളുടെ ഐഡന്റിറ്റി നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഭയങ്കര മിസ്മാച്ച് ആണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. സോ മാക്സിമം ബ്ലോക്ക് ചെയ്യുക. ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് അത്രയും വിഷമം വരാണ് ഞാൻ ബ്ലോക്ക് ചെയ്യും. അല്ലാണ്ട് ഞാൻ പ്രതികരിക്കണത് കുറവാണ്. പ്രതികരിക്കുന്ന വെച്ചാൽ നമുക്കിപ്പോൾ നേരിട്ട് എന്തെങ്കിലും ആരെങ്കിലും തൊട്ടാലൊക്കെ ഞാൻ കയറി പ്രതികരിക്കും. ഉറപ്പായിട്ട് ഞാൻ സ്പോട്ട് ഞാൻ പ്രതികരിക്കുന്നതാണ്. പക്ഷെ സോഷ്യൽ മീഡിയ കിടന്ന് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം. ഇപ്പോൾ സെലിബ്രിറ്റീസ് പ്രതികരിച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ട്, കാരണം കുറേ പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അതേപോലെ ഒരു നോർമലായിട്ടൊരു പെൺകുട്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവത്തില്ല. സോ എന്തിനാ വെറുതെ നമ്മളെ കണ്ടത് ചെറിയൊരു വിനയാണ്. സെലിബ്രിറ്റീസ് പ്രതികരിച്ചാൽ കൊച്ചു സെലിബ്രിറ്റി, ഞാൻ സെലിബ്രിറ്റി അല്ല എന്ന് അങ്ങനെയല്ല. ഞാൻ പൊതുവെ പെൺപിള്ളേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സെലിബ്രിറ്റീസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സപ്പോർട്ട് ചെയ്യുക, ഒരു നോർമൽ ഒരു പെൺകൊച്ചിന് വരുമ്പോൾ സപ്പോർട്ടില്ല. ഞാൻ അങ്ങോട്ടും പണി തന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടും കുറെ പണികൾ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് നല്ല അടിപൊളി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണിത്. അത് പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ആ ടൈം മൊത്തം ഞാൻ എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും അല്ലേ, എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നു, എന്നെ കുറച്ചു നേരം വെള്ളം കുടിപ്പിച്ചെങ്കിലും കുറച്ചൊന്നും പറയാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു. സോ അപ്പോൾ നമ്മുടെ ഈ ഡൈനൗട്ട് ഈ എപ്പിസോഡിന് നമ്മുടെ വെന്യൂ ഫ്രോസൺ ബോട്ടിൽ, നല്ല അടിപൊളി chocolate chicken കാര്യങ്ങളൊക്കെ. It's an awesome place. But let me welcome Sailesh Nair, the owner of the place. Hi. Good afternoon. Thank you so much. The place is awesome ആണ്. അതെ, thank you so much.
Okay, where means I mean you have other franchise or We have 5 outlets in India. Okay. One in Cochin, Yeah. one in Trivandrum, one in Kottayam, one in Trivandrum. Okay, wonderful. We are the master franchise in Kerala. Uh-huh. Okay, so thank you so much for providing the space. Pleasure. And you know, it's been great. So thank you so much for being on the show. താങ്ക് യു. അപ്പം എന്താണ് ലൈഫിൽ ഇനി എല്ലാ സക്സസും യു ആർ ഓൾറെഡി ചേസിങ്. ഡോണ്ട് ആസ്ക് മീ ഫ്യൂച്ചർ പ്ലാൻസ്. ഓക്കെ, ഇല്ല, ഫ്യൂച്ചർ പ്ലാൻസ് ചോദിക്കില്ല. എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു കേട്ടോ ഫ്യൂച്ചർ. കാരണം എല്ലാരും ചോദിക്കണതാ. ഫ്യൂച്ചർ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാണ്ട് പോകുന്ന പോലെ പോട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഡേറ്റ് വിളിക്കാൻ പറഞ്ഞത്. ബൈ ബൈ. ബൈ ബൈ. ഹാവ് ഫൺ.